ഇന്ന് നോക്കാൻ പോകുന്നത് ദീർഘകാലമായി നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഒളിഞ്ഞു നിന്ന് നിങ്ങളെ ദ്രോഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തി ദീർഘകാലമായി നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിക്ക് എന്ത് തിരിച്ചടിയാണ് കാലം നൽകാൻ പോകുന്നത്? ഓക്കെ, ഇനി നമുക്ക് പാസ്റ്റ് ലൈഫുമായിട്ട് ഈ ശത്രുക്കൾക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് കൂടി നോക്കാം. ദീർഘകാലമായിട്ട് നിങ്ങളെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശത്രുക്കൾക്ക് എന്തെങ്കിലും മുൻജന്മ ബന്ധം നിങ്ങളുമായിട്ടുണ്ടോ? മുൻജന്മവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണമാണോ അവർ നിങ്ങളെ ദ്രോഹിക്കുന്നത്? ഇപ്പൊ നമുക്ക് ആദ്യം മുൻജന്മ ബന്ധത്തിന്റെ കാർഡ് നോക്കാം. അൺറിക്വയർഡ് ലവ്. Okay. Misuse of power, urging you to wield power with integrity and responsibility in this lifetime. Fire, prompting a need for healing and resolution. Okay. ഇവിടെ വയ്ക്കും. മുൻജന്മ ബന്ധങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ശത്രുവുമായി ബന്ധപ്പെട്ടും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ കാർഡ്സ്. 3 of Swords, Knight of Swords, 5 of Swords, Sun card, Queen of Pentacles, 9 of Swords, കേട്ടിരിക്കാം, ഇന്നലെ കാണാൻ പറ്റുള്ളൂ, King of Swords, 4 of Wands and the Wheel of Fortune card. നിങ്ങളുടെ ശത്രുക്കൾക്ക് വരാൻ പോകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് വെറുതെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള, നമുക്ക് പുറമെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള തിരിച്ചടി മാത്രമായിരിക്കില്ല. മാനസികമായിട്ടും വല്ലാതെ അവരെ കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ ശക്തമായ ഒരു തിരിച്ചടി, അവരുടെ മനസ്സമാധാനത്തെയും മനസാക്ഷിയെയും എല്ലാം തകർക്കുന്ന, പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് അവർക്ക് കാലം കരുതി വച്ചിരിക്കുന്നത്. ഹൃദയം തകരുന്ന അവസ്ഥയിലൂടെ അവർ കടന്നു പോകാൻ വേണ്ടിയിട്ട് പോകുന്നുവെന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത്. ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ് ഈ ശത്രു നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? വേറെ ആരുമില്ലാത്ത പോലെ നിങ്ങളുടെ പുറകെ അവരിങ്ങനെ കൂടുന്നതിന് കാരണം എന്താണ്? ഇപ്പൊ തിരിച്ചടി കിട്ടാൻ പോകുന്ന ശത്രുക്കൾക്ക് എന്തോ ഒരു മുൻജന്മ ബന്ധം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ മുൻജന്മ ബന്ധം ഏതൊക്കെ തരത്തിലാണെന്നുള്ളത് ഇവിടെ വന്നിരിക്കുന്ന കാർഡുകളിൽ നിന്ന് നമുക്ക് ചില സൂചനകൾ കിട്ടുന്നുണ്ട്. ഒന്ന്, അൺറിക്വയർഡ് ലവ് എന്നാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ, മുൻ ജന്മങ്ങളിലെ ഏതോ ഒരു ജന്മത്തിലെ പാർട്ട്ണറുമായി, ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ ലവ് പാർട്ട്ണറുമായി നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ഈ ജന്മത്തിലും നിങ്ങളെ ബാധിക്കുന്നത്. അത് നിങ്ങളുടെ കുറ്റം കൊണ്ടാവണമെന്നില്ല, നിങ്ങളുടെ രണ്ടുപേരിലും ആരിലോ ഒരാളുടെ ആ ഒരു കുറ്റം കൊണ്ട് അന്നുണ്ടായ ആ പെയിൻഫുൾ എക്സ്പീരിയൻസ് തീരാത്തത് കൊണ്ട് അതിന്റെ ഒരു പൂർത്തീകരണത്തിന്, അത് പൂർത്തീകരിക്കേണ്ടതുണ്ട് ആ സൈക്കിള്. അതിനു വേണ്ടിയിട്ടാണ് ഈ ജന്മത്തിൽ അവർ നിങ്ങളുമായിട്ട് ശത്രുതാപരമായ സമീപനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സൂചന. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലവർ ആസ്പെക്ട് ഉണ്ടല്ലോ, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്ന കാര്യത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഈ മുൻജന്മത്തിലെ ഈ വിഷയം ഇപ്പോൾ ഇടയാക്കുന്നുണ്ടാവും. ചിലപ്പോ ഈ വ്യക്തി നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നല്ല രീതിയിലുള്ള ബന്ധമായിരിക്കില്ല അദ്ദേഹവുമായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് വന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതായിരിക്കാം. അതിന് മുൻജന്മവുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത്, മുൻജന്മത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു പവർ, അല്ലെങ്കിൽ ആ വ്യക്തിക്കുണ്ടായിരുന്ന, ഈ ശത്രുവിനുണ്ടായിരുന്ന ഒരു പവർ മിസ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു. ആ മിസ്യൂസ് ചെയ്യപ്പെട്ട പവറുമായി ബന്ധപ്പെട്ട ഒരുപാട് നെഗറ്റീവ് കോൺസിക്വൻസസ് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് മിക്കവാറും നിങ്ങൾ അത്തരത്തിലൊരു മിസ്യൂസ് ഓഫ് പവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അധികാര വടംവലി ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അധികാര പ്രയോഗം, ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുൻജന്മത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അത് നിങ്ങളെ ഈ ജന്മത്തിൽ ബാധിക്കുന്നുണ്ടാവും. അത്തരമൊരു നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ആളുകൾ, ശത്രുക്കൾ, നിങ്ങളെ ഒരു അധികാര വടംവലി അവരുമായി, ശത്രുവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതിന് കാരണം മുൻ ജന്മത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു മിസ്യൂസ് ഓഫ് പവർ ആയിരിക്കാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് തീയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പേടിയുള്ളവർ ഉണ്ടെങ്കിൽ
പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ്, ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രോമ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പാസ്റ്റ് ലൈഫിൽ. അതായത് തീപ്പൊള്ളലേൽക്കുക, അല്ലെങ്കിൽ തീപ്പൊള്ളലേറ്റ് മരിക്കുക, എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തികൾക്കുണ്ടായ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കടുത്ത മാനസിക ആഘാതം നിങ്ങൾക്ക് മുൻ ജന്മത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ഈ ജന്മത്തിലും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും തീ എന്ന് പറഞ്ഞാൽ വല്ലാതെ ഒരു പേടിയുള്ള ഒരു സംഭവമായിരിക്കും. അത് നിങ്ങൾ ഹീലിംഗ് ചെയ്യേണ്ടതും, അത് അങ്ങനത്തെ ഒരു ചിന്താഗതിക്ക് ഒരു അവസാനം ഉണ്ടാക്കേണ്ടതും ആവശ്യമാണ്. മുൻജന്മത്തിലെ ഈ ചില എലമെന്റ്സ് ഈ ജന്മത്തിൽ നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ശത്രുക്കളായിട്ട് അവർ വന്നിരിക്കുന്നത് ഇതിനൊരു പൂർത്തീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറെ നിങ്ങളെ ഇട്ട് അവർ അതിന്റെ ഭാഗമായിട്ട് അനുഭവിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആ സൈക്കിൾ തീരാൻ പോവുകയാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് അവസാനം വന്നിരിക്കുന്ന ദ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് പറയുന്നത്. മാനസികാവസ്ഥകൾ പരിശോധിക്കുന്ന തരത്തിലുള്ള റീഡിങ്ങുകൾ ചെയ്യാനായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള എലമെന്റ്സ്, എനർജി നമുക്ക് നൽകുന്ന ഒരു ഡെക്കാണ് ലൈറ്റ് സീർ സ്റ്റാരോ ഡെക്ക്. നമുക്ക് അതിനെ നമ്മുടെ ഒരു ഔട്ട്കമായിട്ട് നമുക്ക് എടുക്കാം. ഈ സ്പ്രെഡിനെ നമുക്ക് ആ രീതിയിലേക്ക് അറേഞ്ച് ചെയ്താൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നതാണ് നമ്മുടെ റിസൾട്ട്. നിങ്ങളുടെ ശത്രുക്കളുടെ അവസാനം വരാൻ പോകുന്നു, ആ ഒരു സൈക്കിൾ ഇവിടെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ കാർഡ് നമുക്ക് നൽകുന്ന ഉറപ്പ്. നിങ്ങൾ വിജയിക്കാൻ പോകുന്നു, ശത്രുക്കളുടെ മേൽ കാളിയമർദ്ദനം പോലെ നിങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ദ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ശത്രു എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ വല്ലാതെ ദ്രോഹിക്കുകയാണ് ഈ ജന്മത്തിൽ നിങ്ങളെ. ഈ ശത്രുവിന് വരാനിരിക്കുന്നത് വളരെ കഠിനമായ ദിനങ്ങളായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവിടെ വന്നിരിക്കുന്ന 3 ഓഫ് സോർഡ്സ് എനർജി, ഹൃദയം തകരുന്ന കടുത്ത വിഷമത്തിലൂടെ പോകുന്നതാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന എനർജിയാണ് 9 ഓഫ് സോർഡ്സ്. ഉറക്കമില്ലാത്ത രാത്രികൾ, കടുത്ത വേദന, ഇതെല്ലാം അനുഭവിക്കുന്ന തരത്തിലുള്ളതാണ്. അതായത് മാനസികമായ തകർച്ചയും ഉറക്കമില്ലാത്ത രാത്രികളും അവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവർ നൽകിയ അതേ ഹൃദയവേദനയും വഞ്ചനയും അല്ലെങ്കിൽ ചതിയും എന്താണോ അവർ നിങ്ങളോട് ചെയ്തത് അത് അവർക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു. അവർക്ക് അതിനുള്ള ഒരു ആരംഭം, ആ തിരിച്ചടിയുടെ ഒരു ആരംഭം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അവർ വിശ്വസിച്ച ആരെങ്കിലും അവരെ ചതിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട ബന്ധങ്ങളിൽ വിള്ളൽ വീഴാനോ സാധ്യതയുണ്ട് എന്നതാണ് ഈ കാർഡുകൾ നമുക്ക് നൽകുന്ന സൂചന. നിങ്ങളുടെ ശത്രുക്കൾ ഇപ്പോ അനുഭവിക്കാൻ പോകുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കടുത്ത ആങ്സൈറ്റിയാണ്, കടുത്ത മാനസിക സമ്മർദ്ദവും ഭയവുമാണ് അവർ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. അവർ ചെയ്ത തെറ്റുകളെ അവർ ഓർക്കുകയും അതിൽ വല്ലാതെ അവർ വേട്ടയാടപ്പെടുകയും ചെയ്യും. സമാധാനമായി ഒന്ന് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കുറ്റബോധമോ പരാജയ ഭീതിയോ അല്ലെങ്കിൽ പിടിക്കപ്പെടുമോ, കാര്യങ്ങൾ അവരുടെ ചതികൾ പുറത്തു വരുമോ എന്ന ഭയമോ വല്ലാതെ അവരെ പിടികൂടും. നൈറ്റ് ഓഫ് സോർഡ്സ്, 5 ഓഫ് സോർഡ്സ്, അതുപോലെ തന്നെ കിങ് ഓഫ് സോർഡ്സ്. കണ്ടില്ലേ, ഈ 3 സോർഡ്സ് എനർജീസും അതികഠിനമായ എനർജീസ് ആണ്. ബുദ്ധിപരമായ തന്ത്രങ്ങൾ മെനഞ്ഞ ശത്രുക്കളാണ് അവർ. വളരെ ബുദ്ധിപരമായി കാര്യങ്ങൾ, ഒരു കിങ്ങിനെ പോലെ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾക്കെതിരായി തിരിച്ചു കൊണ്ടുവന്നിരുന്ന ആളുകളാണ് അവർ. അവർ നടത്തിയ യുദ്ധമുണ്ടല്ലോ, നിങ്ങൾക്കെതിരായി അവർ നേതൃത്വം നൽകി നടത്തിയ ആ യുദ്ധം അവർക്ക് തന്നെ തിരിച്ചടി ആകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 5 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് തന്നെ അവർ ജയിച്ചു എന്ന് കരുതിയെടുത്ത്, അവർ നിങ്ങളെ തോൽപ്പിച്ചു, നിങ്ങൾക്ക് മേൽ വിജയം നേടി, എല്ലാം നേടി എന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത്, ഈ കാർഡ് നമ്മളോട് പറയുന്നത് അവർ ജയിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് അവർക്ക് വലിയൊരു തോൽവി സംഭവിക്കും. അത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ ആവണമെന്നില്ല. നമ്മളോട് ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ റിലേറ്റഡ് ആയിട്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. നിങ്ങൾ ഇതിലൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അവർ ജീവിതത്തിൽ ഏതോ ഒരു മേഖലയിൽ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു താല്പര്യമുള്ള, അവർ എന്തിനോ വേണ്ടി ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യങ്ങളിൽ അവർ വിജയം വരിച്ചു എന്നവർ കരുതിയിരിക്കുന്ന സമയത്ത് അവർക്ക് വലിയൊരു തോൽവി വരാൻ പോകുന്നു. മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തി നേടിയ വിജയങ്ങൾ ഇപ്പോൾ അവർക്ക് വലിയ അപമാനകരമായിട്ടാണ് അത് തകർന്നു വീഴാൻ പോകുന്നത്. അവർക്കത് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, പരാജയം സംഭവിക്കുമെന്ന് മാത്രമല്ല, വലിയ അപമാനവും അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജിന് വലിയ തകർച്ചയും ഇതുവഴി സംഭവിക്കും. അതുപോലെ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സും കിങ് ഓഫ് സോർഡ്സും നമ്മളോട് പറയുന്നത് സത്യം ഒരു വാള് പോലെ അവർക്ക് നേരെ തിരിയും. നിയമപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള തിരിച്ചടികളോ ആയിരിക്കും അവർക്ക് നേരിടേണ്ടി വരിക. ആ രീതി ആയിരിക്കും, അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് വരും. മാത്രമല്ല അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത തരത്തിൽ, ഒരു തരത്തിലും ഓടി ഒളിക്കാൻ കഴിയാത്ത തരത്തിൽ അവരെ ഇത് പിടികൂടും. അവരെങ്ങോട്ട് രക്ഷപ്പെടാൻ പോയാലും അവരുടെ മുകളിൽ കഴുകൻ കണ്ണുകൾ പതിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ നിങ്ങളെ ദ്രോഹിച്ചതിനേക്കാൾ രൂക്ഷമായി അവർ
ചതിക്കപ്പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടി ലഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിയമപ്രശ്നങ്ങളായിരിക്കാം, എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളോ അവർക്ക് നേരെ വരുന്നതായിരിക്കാം, എന്തെങ്കിലും ലീഗൽ ആക്ഷൻസ് വരുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്ന് ശക്തമായ തിരിച്ചടി അവർക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവർ ഒരു ബുദ്ധിശക്തി ഉപയോഗിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞാണ് കാര്യങ്ങൾ ഇത്രയും നാൾ അവർക്ക് അനുകൂലമാക്കിയിരുന്നത്. അവരുടെ ആ ബുദ്ധി തന്നെയാണ്, അവർ മെനഞ്ഞ ആ തന്ത്രങ്ങൾ തന്നെയാണ് അവർക്കിപ്പോ വിനയായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ജസ്റ്റിസ് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഉറപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ആ ജസ്റ്റിസ് ആണ്. അത് ഉറപ്പ് നൽകുന്ന കാർഡാണ് ദ സൺ കാർഡ്. നിങ്ങളുടെ ഉദയമാണ് ദ ക്യൂൻ ഓഫ് പെന്റക്കിൾസ്. കണ്ടില്ലേ, ദ സൺ ആൻഡ് ദ ക്യൂൻ ഓഫ് പെന്റക്കിൾസ്. നിങ്ങളുടെ ഉദയവും നിങ്ങളുടെ വാഴ്ചയുമാണ് ഇനി വരാൻ പോകുന്നത്. അവർക്ക് നഷ്ടങ്ങളാണ് വരാൻ പോകുന്നത്. ഇരുട്ടിനെ കീറി സൂര്യൻ ഉദിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം പ്രകാശിക്കാൻ പോവുകയാണ്. ശത്രുക്കൾ ഇതുവരെ നിങ്ങൾക്കെതിരെ പടച്ചുവിട്ട നുണകൾ സൂര്യപ്രകാശത്തിൽ മഞ്ഞുരുകുന്നത് പോലെ ഉരുകിപ്പോകും. നിങ്ങളുടെ വിജയം ലോകം മുഴുവനും കാണും. ആ തരത്തിലുള്ള, കണ്ടോ, ആ സന്തോഷത്തിലാണ് നിങ്ങൾ. ഇതുവരെ നിങ്ങൾ അനുഭവപ്പെട്ടിരുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ദുരിതങ്ങളും മാറി സൂര്യപ്രകാശത്തിൽ, പകൽ വെളിച്ചത്തിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. മിക്കവാറും ഇത് സംഭവിക്കുക, നമുക്ക് ടൈമിംഗ് നോക്കാം, എന്നാലും അവർക്ക് ഈ തിരിച്ചടി സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും അവരെ സംബന്ധിക്കുന്ന ഒരു ഷോക്കിംഗ് ന്യൂസ്, അല്ലെങ്കിൽ ഈ തിരിച്ചടി സംഭവിച്ചതായിട്ട് നമ്മൾ അറിയാൻ പോകുന്നതോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതോ മിക്കവാറും സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കാം. ഈ വേനൽക്കാലത്തായിരിക്കാം ഇത്. അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പകൽ വെളിച്ചം, സൂര്യൻ നന്നായിട്ട് ഉള്ള സമയത്ത്, പകൽ സമയത്ത്, ഉച്ച സമയത്ത്, നട്ടുച്ച സമയത്ത്, ആ സമയത്ത് എപ്പോഴെങ്കിലും ആയിരിക്കാം അവർക്ക് ഈ തിരിച്ചടി നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്? നിങ്ങൾ നല്ല കൂളായി, അവർക്ക് തിരിച്ചടി നേരിടുന്ന സമയത്ത് നിങ്ങൾ സാമ്പത്തികമായും വ്യക്തിപരമായും കൂടുതൽ കരുത്താർജിക്കുകയും ഒരു രാജ്ഞിയെ പോലെ ഐശ്വര്യവതിയായിട്ട് ആത്മവിശ്വാസമുള്ളവളായിട്ട് മാറുകയും അല്ലെങ്കിൽ ഉള്ളവനായിട്ട് മാറുകയും ചെയ്യുകയാണ്. വളരെ ഉയർച്ചയിലേക്ക്, ശക്തിയിലേക്ക്, എത്ര തടയപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്നാണെങ്കിലും ഉയർന്നു വരാൻ വേണ്ടി പോവുകയാണെന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു ഐശ്വര്യമുള്ള വ്യക്തിയായിട്ട്, നിങ്ങളെ തകർത്ത വ്യക്തിയുടെ പതനം വരുന്ന അതേ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം നല്ല ഐശ്വര്യത്തിലും അബണ്ടൻസിലും നിങ്ങൾ വളരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. മാത്രമല്ല അത് തന്നെയായിരിക്കും നിങ്ങളുടെ ആ വളർച്ചയും വിജയവും തന്നെയായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ മറുപടി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അവർക്ക് ഈ തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് നിങ്ങളല്ല, നിങ്ങളൊന്നും ചെയ്തിട്ടല്ല. പക്ഷെ അവർക്ക് കാലം തന്നെ കൊണ്ടിരുന്നതാണ്, പ്രപഞ്ചം തന്നെ അത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ ജീവിതമായിട്ട് ബന്ധപ്പെട്ടോ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, ശാന്തമായി ഇരിക്കുമ്പോൾ അവരുടെ പതനം നിങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് തന്നെ, നിങ്ങളുടെ വിജയത്തിലിരുന്ന് തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉറപ്പാണ് നൽകുന്നത്. ഇതൊരു ആഘോഷമാണ്. കണ്ടോ, സെലിബ്രേഷൻ വരാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ഫാമിലി, കുടുംബത്തിൽ, വീട് അല്ലെങ്കിൽ ജോലി എന്നിവയിലൊക്കെ വലിയൊരു സുരക്ഷിതത്വം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വീട്ടുകാർക്കും പൊതുവിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ഫാമിലി ആയിട്ട് കാണുന്ന നിങ്ങളുടെ സ്വന്തക്കാരോ അല്ലെങ്കിൽ പൊതുവിൽ നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ സന്തോഷം വരുന്ന തരത്തിൽ ഒരു ചെറിയ ആഘോഷം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യമാണ്. ഒരു സെലിബ്രേഷൻ കാർഡാണിത്. അതിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. നിങ്ങളെ പുറത്താക്കാൻ നോക്കിയവർ, നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയവർ, നിങ്ങളെ എല്ലായിടത്തു നിന്നും തടയാൻ നോക്കിയവർക്ക് കാണേണ്ടി വരാൻ പോകുന്നത് നിങ്ങൾ വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറി പോകുന്നതാണ്. അതേസമയം അവർ തന്നെ ഉണ്ടാക്കി വെച്ച അവരുടെ തന്ത്രം കൊണ്ട് അവർ തന്നെ ഒരുക്കിയ കെണിയിൽ അവർ വീഴാൻ പോകുന്നതാണ് കാലം അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ. അത് ഞാൻ പറഞ്ഞതുപോലെ സമ്മർ കാലത്ത്, വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം പകലോ നട്ടുച്ച നേരത്തോ ഉണ്ടാകാൻ പോകുന്ന ഒരു തിരിച്ചടിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിജയവും ആ രീതിയിൽ ആ സമയത്തായിരിക്കാൻ സാധ്യതയുണ്ട്. വളരെ നിങ്ങൾക്ക് ഒരു വിക്ടറിയിലേക്ക് നിങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യം ഏതെങ്കിലും ഒരു മേഖലയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അതുണ്ടാവും. ഇത് അലൈൻഡ് ആയിരിക്കുന്നത്, ഇത് കണ്ടോ, സൺ കാർഡും 4 ഓഫ് വാൻഡ്സും അലൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സംഭവിക്കും. നിങ്ങളുടെ ഫാമിലിയിൽ അതുവഴി ഒരു സന്തോഷം ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. നമ്മളിൽ പലരും ഈ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വ്യക്തികളുടെ ശത്രുതയൊക്കെ നേരിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോ നമ്മൾക്ക് ചിലപ്പോൾ ഒരു ശത്രു ആയിരിക്കില്ലല്ലോ, പല ശത്രുക്കൾ ഉണ്ടാവാം, പലവരും നമ്മളെ ദ്രോഹിക്കുന്നുണ്ടാവാം, ഒരാൾ മാത്രമായിരിക്കില്ല. അപ്പൊ നമുക്ക് ഏത് ശത്രുക്കൾക്കാണ്, നിങ്ങളുടെ ഏത് ശത്രുക്കൾക്കാണ് ഈ അടുത്ത സമയത്ത് പ്രപഞ്ചം തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ 3 കിട്ടിയിരിക്കുന്നത്. സോഡിയാക് ക്രിസ്റ്റൽസ് ആണ്.
ഇത് ബ്ലാക്ക് ഒബ്സീഡിയൻ ക്രിസ്റ്റൽ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഒബ്സീഡിയൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ നെഗറ്റിവിറ്റിയെ, ആര് നമ്മളിലേക്ക് വിടുന്ന ശത്രുക്കളായാലും ആരായാലും നമ്മളിലേക്ക് അയക്കുന്ന നെഗറ്റിവിറ്റിയെ വലിച്ചെടുത്ത് നമ്മളെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന എനർജിയാണ് ഇത്. ധനുരാശിക്കാരായിട്ടുള്ള ശത്രുക്കൾ, അതായത് ഇവര് മിക്കവാറും മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഡിസംബർ പകുതിക്കും ജനുവരി പകുതിക്കും ഇടയിൽ ജനിച്ച, ധനുമാസത്തിൽ ജനിച്ച ആളുകളായിരിക്കാം. അതുമല്ലെങ്കിൽ നവംബർ 22-നും ഡിസംബർ 21-നും ഇടയിൽ ജനിച്ച ആളുകളായിരിക്കാം. ഇവരെ പറ്റി ഒരു ബ്രീഫായിട്ട് ഇവരുടെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ വളരെ ആത്മവിശ്വാസമുള്ളവരും സാഹസിക പ്രിയരുമായിരിക്കും. അതായത് ഒരു ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള, എന്ത് കാര്യവും വെട്ടിത്തുറന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്തിരി ഒരു നാവിനൊരു എല്ലില്ലാത്ത പോലത്തെ ഒരു സംസാരം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാറുണ്ട്. വെറുതെയെങ്കിലും ആരെങ്കിലും അസ്വസ്ഥരാക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളെ അവരുടെ നാവിൽ നിന്ന് വരുള്ളൂ. പരാജയം സമ്മതിക്കാൻ മടിയുള്ളവരും അതുപോലെ അല്പം അഹങ്കാരമുള്ളവരുമായിട്ട് ഇവരെ ഈ ധനുരാശിക്കാരെ കാണുന്നുണ്ട്. സാധാരണയായിട്ട് നല്ല ഉയരമുള്ളവരും കരുത്തുറ്റ നല്ല കായിക ശേഷിയുള്ള ശരീരപ്രകൃതമുള്ളവരുമായിരിക്കും. മുഖമൊക്കെ നല്ല ഒരു പ്രസന്നമായ മുഖവും തിളക്കമുള്ള കണ്ണുകളും ഒക്കെ സാധാരണഗതിയിൽ ഇവർക്ക് ഉണ്ടാകാം. വേഗത്തിലുള്ള ഒരു നടത്തവും ചടുലമായ നീക്കങ്ങളും ധനുരാശിക്കാരുടെ പ്രത്യേകതയാണ്. അപ്പൊ ഈ ധനുരാശിക്കാർക്ക് വരാൻ പോകുന്നത് ഈ നൈറ്റ് ഓഫ് സോർട്സ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉള്ള തിരിച്ചടി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് നൈറ്റ് ഓഫ് സോർട്സുകാരുടെ കാര്യം നമ്മൾ പറഞ്ഞു, വേഗത്തിൽ തന്ത്രങ്ങൾ മെനയുന്നവരാണ് അവർ കുഴിച്ച കുഴിയിൽ, അവർ മെനഞ്ഞ തന്ത്രങ്ങളിൽ, അവരുടെ ആ അമിതമായിട്ടുള്ള ബുദ്ധിയിൽ അവർ ചെയ്ത കാര്യങ്ങളിലാണ് ഈ ധനുരാശിക്കാർക്ക് മിക്കവാറും തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത്. ഇനി അടുത്ത രാശി എന്ന് പറയുന്നത് വേറൊരു ശത്രു, ഇത് അക്വേറിയസ് ആണ്. അതായത് കുംഭം രാശിക്കാർ. എട്ടം, ചതയം, പൂരുരുട്ടാതി ഇതിലേതെങ്കിലും നക്ഷത്രക്കാരായിരിക്കാം. കുംഭം രാശിക്കാർക്ക് മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഉറക്കമില്ലാത്ത രാത്രികളും കടുത്ത മാനസിക വിഷമവും ഒറ്റപ്പെടലും നിയമപരമായ കുരുക്കുകളും ഒക്കെ തന്നെ അങ്ങനെയുള്ള സാഹചര്യമായിരിക്കും അവർക്കുണ്ടാകാൻ പോകുന്നത്. ഈ അക്വേറിയസിന്റെ ഒരു ബർത്ത്ഡേ, അവരുടെ ജനന സമയം എന്നൊക്കെ പറയുന്നത് ജനുവരി 20-നും ഫെബ്രുവരി 18-നും ഇടയിൽ ജനിച്ച ആളുകളാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുംഭമാസത്തിൽ ഫെബ്രുവരി പകുതിക്കും മാർച്ച് പകുതിക്കും ഇടയിൽ ജനിച്ചതാവാനും സാധ്യതയുണ്ട്. വേറൊരു തരത്തിലും കൂടി എടുക്കാം, ഈ സമയത്ത് തിരിച്ചടി കിട്ടാൻ, വലിയ തിരിച്ചടി ഈ സമയത്ത് കിട്ടാനും സാധ്യതയുണ്ട് ശത്രുക്കൾക്ക്. ഈ പറയുന്ന ഡേറ്റിന് ഇവർക്ക് നവംബർ ടു ഡിസംബറും ഇവർക്ക് ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്തിന് അടുത്ത സമയത്ത് എന്ന് പറയാം. ജനുവരി ഫെബ്രുവരി മാസം ചിലപ്പോൾ ഇവർക്കുള്ള തിരിച്ചടികൾ അണിയറയിൽ ആരംഭിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവര് ഈ നൈറ്റ് ഓഫ് സോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ധനുരാശിക്കാരുടെ കാര്യത്തിലും മിക്കവാറും അവർക്കുള്ള തിരിച്ചടി നവംബർ ഡിസംബർ മാസങ്ങളിൽ. അതായത് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതിന് ഒരു മാസമോ രണ്ടോ മൂന്നോ മാസമോ മുൻപ് ഈ ശത്രുക്കൾക്കുള്ള തിരിച്ചടി യൂണിവേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ അണിയറയിൽ ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കുംഭം രാശിക്കാർ സാധാരണഗതിയിൽ കുറച്ച് നിഗൂഢമായ സ്വഭാവമുള്ള ആൾക്കാരാണ്. ഒരു ബുദ്ധിജീവിയെ പോലെ പെരുമാറുന്ന, വിപ്ലവകരമായ ചിന്തകൾ ഉള്ള ആ രീതിയിലേക്ക് പുറമെ കാണിക്കുന്ന ആളുകളാണ്. പുറമെ പൊതുവെ ശാന്തരായിട്ടാണ് ഇവരെ ആളുകളുടെ മുന്നിൽ ഇവർ അവതരിപ്പിക്കുക. പക്ഷെ വലിയ തന്ത്രജ്ഞന്മാരായിരിക്കും, തന്ത്രശാലികളായിരിക്കും, തന്ത്രങ്ങൾ മെനയുന്നവരാണ് ഉള്ളിൽ. ആർക്കും പെട്ടെന്ന് പിടികൊടുക്കാത്ത പ്രകൃതമാണ്. അവരെ അവതരിപ്പിക്കുന്നതല്ല, അവർക്ക് മറ്റൊരു മുഖം എപ്പോഴും ഉണ്ടാവും. ഇവരുടെ ഒരു ശാരീരിക പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാന്തമായിട്ടുള്ള ഒരു പ്രകൃതമാണെങ്കിലും ഒരു ഗൗരവമുള്ള മുഖഭാവമായിരിക്കും. ആകർഷകമായ കണ്ണുകളും അതുപോലെ ഉയരമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഉയർന്ന നെറ്റിയുള്ള ആളുകൾ ആവാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഇവര് നീണ്ടു മെലിഞ്ഞ ശരീരപ്രകൃതം, അവരുടേതായ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നീണ്ടു മെലിഞ്ഞ ഉയരമുള്ള ആളുകളാവാൻ സാധ്യതയുണ്ട്. അടുത്ത രാശിക്കാർ തുലാം രാശിയാണ്. ഇവർ ചിത്തിര, ചോതി, വിശാഖം ഇതിലേതെങ്കിലും നക്ഷത്രക്കാരായിരിക്കാം. സെപ്റ്റംബർ 23-നും ഒക്ടോബർ 22-നും ഇടയിൽ ജനിച്ചതാവാൻ സാധ്യതയുണ്ട് ഇവർ. ചിലപ്പോൾ തുലാമാസം തന്നെ, അതായത് ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെയുള്ള സമയത്ത് ജനിച്ചതായിരിക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവാം. അവരുടെ ഏതെങ്കിലും ഒരു എനർജി, ഒരു സൈൻ ആയിരിക്കാം ഇത്.
അതായത് ബർത്ത് ഡേ തന്നെ ആവണമെന്നില്ല, നമുക്ക് സൺ, മൂൺ ആൻഡ് റൈസിംഗ് സയൻസ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒന്നും ആവാൻ സാധ്യതയുണ്ട്. തുലാം രാശിക്കാർ സെപ്റ്റംബർ 23-നും ഒക്ടോബർ 22-നും ഇടയിൽ ജനിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്തുള്ള ആളുകളായിരിക്കാം, ആ സൈനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കാം. പൊതുവെ ഇവരെ സമാധാന പ്രിയരായിട്ട് അഭിനയിക്കുന്ന ആളുകളാണ്. കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട്, രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അതുപോലെ പെരുമാറുന്ന ആളുകൾ, തന്ത്രശാലികൾ, സൂത്രശാലികൾ എന്നൊക്കെ പറയാം, കൗശലക്കാരായിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറയാം അവരെ. അതുപോലെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. വലിയ ലക്ഷറി ഇഷ്ടമുള്ള, ആഡംബര പ്രിയരായിട്ടുള്ള ആളുകളാണ് മിക്കവാറും ഈ ആളുകൾ. ഇവരെപ്പോഴും ഒരു ബാലൻസിങ്ങിന് ശ്രമിക്കുമെങ്കിലും, പൊതുവെ അങ്ങനെയാണ് അവരുടെ ഒരു പ്രകൃതമെങ്കിലും, അവർക്ക് ഒരാളെ ശത്രുവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ, ശത്രുത തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വളരെ കാലം അത് ഉള്ളിൽ കൊണ്ട് നടക്കുകയും അവരുടെ പതനം വരുത്തുന്ന രീതിയിൽ അവരെ വല്ലാതെ ഉപദ്രവിച്ച് തകർത്ത് നശിപ്പിച്ചു കളയുന്ന ഒരു പ്രകൃതം ഇവർക്കുണ്ട്. അപ്പൊ ഇവർക്ക് മിക്കവാറും നിങ്ങൾ വിജയിക്കുന്നത് കാണുമ്പോഴായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടി ഇവർക്കുണ്ടാകാൻ പോകുന്നത്. ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ പോകുന്നത്. ഇവരുടെ ഒരു ശരീര പ്രത്യേകതകൾ പറഞ്ഞാൽ, അതായത് നല്ല ഭംഗിയുള്ള മുഖം അല്ലെങ്കിൽ നല്ല ഐശ്വര്യമുള്ള മുഖമൊക്കെ ആയിരിക്കും. ചിരിക്കുമ്പോൾ ചിലപ്പോൾ നുണക്കുഴിയൊക്കെ ഉള്ള പോലത്തെ ആളുകൾ. അതുപോലെ സ്കിന്നൊക്കെ നല്ല ഷൈനി ആയിട്ടുള്ള നല്ല 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 സ്കിന്നൊക്കെ ആയിരിക്കും. നല്ല ഇഷ്ടം തോന്നും കണ്ടാല്. എപ്പോഴും വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രധാരണവും ആകർഷകമായ വ്യക്തിത്വവും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പൊ ഇതാണ് പൊതുവിൽ നമുക്ക് പറയാനുള്ളത്. ഇനി എന്താണ് ഒരു ടൈമിംഗ് കാർഡ് കൂടി എടുത്തു നോക്കാം. ഈ ശത്രുവിന് ലഭിക്കുന്ന തിരിച്ചടി, എപ്പോഴാണ് ഇവർക്ക് തിരിച്ചടി കിട്ടുന്നത് നിങ്ങൾ അറിയാൻ പോകുന്നത്. ഓക്കെ, ഫാസ്റ്റർ ദാൻ യു ഇമാജിൻ. നിങ്ങൾ ചിന്തിക്കുന്നതിലും ഫാസ്റ്റർ, പെട്ടെന്ന്, വളരെ പെട്ടെന്നായിരിക്കും. ടവറും കൂടിയാണ് കേട്ടോ. തിരിച്ചടി എന്നുള്ളത് ഉറപ്പാണ്. സ്പെസിഫിക് ആയിട്ട് ടൈം കിട്ടുമോ നോക്കാം. In 6 months, in 4 months. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ടൈമിങ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഫാസ്റ്റ് ആയിട്ട് 4 മാസത്തിലോ അതിന് അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിലോ, ഒരു ഏറ്റവും കൂടിയ സമയം എന്ന് പറയുന്നത് 6 മാസമാണ്. 4 മാസത്തിനും 6 മാസത്തിനുള്ളിൽ അവർക്ക് ലഭിച്ച തിരിച്ചടി നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അറിവിലേക്ക് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. കഴിഞ്ഞ റീഡിങ് കേട്ടിട്ട് ഒരുപാട് കമന്റ്സ് വന്നു. നിങ്ങൾക്കത് റെസനേറ്റ് ആയി എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം. അതുപോലെ ബെല്ലൈക്കൺ, നോട്ടിഫിക്കേഷൻ ഐക്കണൊക്കെ ക്ലിക്ക് ചെയ്താൽ റീഡിങ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ അത് കിട്ടുകയും അത് കാണാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വരുമ്പോൾ വീണ്ടും കാണാം. ബൈ.